ഹായ്. ഇന്നത്തേത് നമ്മളുടെ 2 സൈറ്റുകളിലേക്ക് പോകുന്ന വീഡിയോ ആണ്. സാധാരണ ഇതിലങ്ങനെ സൈറ്റിലുള്ള വീഡിയോസൊന്നും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാറില്ല. സൈറ്റിലേക്ക് ഞാൻ അധികം പോകാറില്ല. കാരണം ഇതിന് അത്യാവശ്യം ഇതിലുണ്ടെങ്കിൽ മാത്രമേ സൈറ്റിലേക്ക് ഞാൻ പോകാറുള്ളൂ. പിന്നെ ഇപ്പോൾ നോമ്പായതിൻ്റെ പേരിലും സൈറ്റിൽ പോക്ക് കുറവാണ്. നമ്മള് 2 സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒന്ന് എറണാകുളം ജില്ലയിൽ ആലുവ അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് ഒരു പ്ലോട്ട് അളക്കാനൊക്കെയാണ് അതിൻ്റെ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ്. പിന്നെ രണ്ടാമത് വരുന്നത് നമ്മുടെ ഓഫീസിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിൽ മാള എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നമ്മുടെ ക്ലയൻറ്റ് ഒരു പ്ലോട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തറ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലമാണ് എടുത്തത്. അപ്പോൾ അവർക്ക് ഒരു പ്ലാൻ ഓക്കെയാണ്. ഓൾറെഡി ഉള്ള ഒരു തറയുടെ ഒരു പ്ലാൻ അവർക്ക് ഓക്കെയാണ്. അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ടുണ്ട്. അത് 1000 സ്ക്വയർ ഫീറ്റ് അടുത്ത ഏരിയ വരുന്ന ഒരു പ്ലാനാണ് ആ പ്ലോട്ടിലുള്ള ഒരു തറയുടെ പ്ലാൻ വരുന്നത്. അത് വേണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. 2 ബെഡ്റൂമുകൾ ആണ് അതിലുള്ളത്. എന്നാളെ പെരുന്നാൾ റഫിക്ക് 1700 രൂപ 20 ലക്ഷം വീടാണെങ്കിൽ 1700 സ്ക്വയർ ഫീറ്റ് ഒന്നുമല്ല തീർക്കാൻ വല്ല പണി. ലാൻഡ് ഏരിയ തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റാണ് ഈ പ്ലാനിൻ്റെ ഏരിയ വരുന്നത്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 300-150 സെൻറ്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിൻ്റെ അളവ്. സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 330-300 സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ്. സോഫയും ടി വി യൂണിറ്റൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് ഈ ഒരു ഡൈനിങ് ഹാളിലേക്കാണ് കിടക്കുന്നത്. അത്യാവശ്യം വലിയൊരു ഹാളാണ് വരുന്നത്. ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ട് അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറിനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 300-330 സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-330 സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്ലാനിൽ ഉള്ളത്.